നമസ്കാരം. മറുനാടൻ മലയാളിയിലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നു. ഞാൻ ഒരു കമ്പനിയുടെ മെൻറ്ററായിരുന്നു. ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് തോന്നുന്നു ഒരു വാർത്ത മറുനാടൻ മലയാളിയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മറുനാടനിൽ നിന്ന് നമ്പർ വാങ്ങി ഷാജൻസ് കറിയായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. നേരിട്ട് വിളിക്കുകയായിരുന്നു. അദ്ദേഹം പക്ഷെ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്താണ് ആ വാർത്ത എന്ന് അന്വേഷിക്കാൻ കൂടി തയ്യാറായില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറുനാടനിൽ വരുന്ന എല്ലാ വാർത്തയും ഷാജൻസ് കറി അറിയാറില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന വാർത്തകൾ മാത്രമേ എല്ലാം അറിയാറുള്ളൂ. മറ്റുള്ളതൊക്കെ വാർത്ത സ്വതന്ത്രമായി ചെയ്യാനുള്ള ഒരു അനുമതി അവരവർക്ക് കൊടുത്തിട്ടുള്ളത്. അവരവർക്ക് യുക്തിരഹിതമായിട്ടുള്ളത് കൊടുക്കരുത്, യുക്തിസഹജമായിട്ടാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കുക എന്നാണ് കൊടുത്ത നിർദ്ദേശം എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. പക്ഷെ അങ്ങനെ യുക്തിസഹജമായിട്ടായിരിക്കും ആ വാർത്ത കൊടുത്തത് എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ ഷാജൻസ് കറിയെ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല. ഒരു മാനസികമായ ഒരു വിഷമം അന്നു മുതൽ മറുനാടൻ മലയാളിയോടും അതുപോലെ ഷാജൻസ് കറിയോടും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡിഫറൻറ്റ് ആംഗിൾസ് എന്ന പേരിൽ ഞാൻ എൻ്റെ ചാനലിൽ മാറ്റിയിട്ടില്ല. 2008-2009 കാലം മുതലാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. ഈ വളരെ അടുത്താണ് ഡിഫറൻറ്റ് ആംഗിൾസ് എന്ന പേരിൽ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന ചാനലായി മാറിയത്. ഷാജൻസ് കറിയിൽ നിന്നുള്ള ഈ അനുഭവ ശേഷം പിന്നീട് അതുമായിട്ട് ബന്ധപ്പെടേണ്ട സാഹചര്യം വന്നില്ല. പക്ഷെ അതിനുശേഷമാണ് PV അൻവർ, ശ്രീനിജിൻ, പിണറായി വിജയൻ ഇവരെല്ലാവരും കൂടെയൊക്കെ ചേർന്ന് ഷാജൻസ് കറിയെ പൂട്ടാൻ വേണ്ടിയിട്ട് മറുനാടൻ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊലവിളി നടത്തി ഇറങ്ങുന്നത് കണ്ടത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പഴയ വിരോധം അനുസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ആ സമയത്ത് ആരാണ് ശരി, ഏതാണ് ശരിയായ വാർത്ത എന്നതിനനുസരിച്ചിരിക്കും എൻ്റെ നിലപാട്. അപ്പോ ഷാജൻസ് കറിയായിരുന്നു ശരി. അതുകൊണ്ട് നഖശികാന്തം ഷാജൻസ് കറിയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ തുരുതുരാ വീഡിയോകൾ ചെയ്തു. അദ്ദേഹത്തിന് അപകടം വരാൻ സാധ്യതയുള്ള ചില മേഖലകളിൽ എനിക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് മുൻകൂട്ടി ഞാൻ അറിയുകയും അത് അദ്ദേഹത്തെ അറിയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ വീഡിയോയായി ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് കഴിയുന്നതിൻ്റെ അങ്ങേപ്പുറം ഞാൻ മറുനാടൻ മലയാളിയെ സഹായിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ശ്രീ ഷാജൻസ് കറിയുമായി വളരെ അടുത്ത ബന്ധമൊന്നുമില്ല എങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കുന്ന ബന്ധം, തിരിച്ച് ഒരു മറുപടി കിട്ടുന്ന ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. എനിക്ക് ഒരു വിഷയം വന്നപ്പോൾ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി വീഡിയോ ചെയ്തതും ഷാജൻസ് കറിയാണ്. ഞാൻ പറഞ്ഞത്, അന്നത്തെ എൻ്റെ അനുഭവത്തിൽ ഒരാളെ വിലയിരുത്തിക്കൊണ്ട് അത് അദ്ദേഹം മോശമാണ് എന്ന നിലയിൽ ആ ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ അതൊരു മണ്ടത്തരമായി പോനെ എന്നതാണ്. അതേ ഒരു നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഞാൻ എടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറ്റിയിട്ടുള്ള ഈ അബദ്ധങ്ങൾ, അതായത് പെണ്ണുങ്ങൾ ചതിക്കുമെന്ന് അറിയാതെ പെണ്ണുങ്ങളെ വലയിൽ ചെന്ന് വീണ സംഭവങ്ങൾ, ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം ഈ ഒറ്റയടിക്ക് ഒരു കൈണ്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒച്ച കേൾക്കില്ല, രണ്ട് കൈ കൂട്ടി അടിച്ചാൽ മാത്രമാണ് ഒച്ച കേൾക്കുക. അപ്പോ രാഹുൽ മാത്രം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഗർഭിണിയാകില്ല. മറുവശത്ത് ഒരു പെണ്ണ് വേണം, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ഒരാണ് വേണം. അതുപോലെ ഒരു ഫോൺ സന്ദേശം വേണമെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് ഒരാൾ വേണം, ഒരു ചാറ്റ് വേണമെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് ഒരാണ് വേണം, അല്ലെങ്കിൽ ഒരു പെണ്ണ് വേണം. ഇവിടെ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതി കാണുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഞാൻ വിമർശിക്കുന്നുണ്ട്. പക്ഷേ വളഞ്ഞുകൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റപ്പെടുത്തി എല്ലാം അയാളുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഫാൾട്ടാണ് എന്ന് പറഞ്ഞിങ്ങോട്ട് ഉന്തിത്തള്ളി ഇങ്ങോട്ട് വലിച്ചെറിയുമ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിന്ന് ഇനിയിപ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും ശരി, ഇപ്പോ കോൺഗ്രസും അതുപോലെ മറ്റുള്ളവരും ഇപ്പൊ ചെയ്യുന്ന നിലപാട് ശരിയല്ല. കാരണം ഇവിടെ രണ്ട് പക്ഷമുണ്ട്. പ്രത്യേകിച്ച് പരാതിയൊന്നും വന്നിട്ടില്ല. അവന്തിക എന്ന ഒരു ട്രാൻസ്ജെൻഡർ മാത്രമാണ് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തിയിട്ടുള്ളത്. ആ വെളിപ്പെടുത്തലാകട്ടെ പച്ച നുണയാണ് എന്ന് തെളിയുകയും ചെയ്തിരുന്നു. കാരണം ആദ്യം അവർ പറഞ്ഞിരുന്നു യാതൊരു വിധത്തിലുള്ള ഒരു പരാതിയും എനിക്കില്ല, രാഹുലിനെ കുറിച്ച് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കാൻ വേണ്ടി ഒരു പത്രപ്രവർത്തനം വിളിച്ചിരുന്നു. അത് പിന്നീട് News 18 ആണെന്നുള്ളത് അവരുടെ ആ ഒരു വാചകത്തിന്റെ ഉള്ളിൽ തന്നെ അത് കാണുന്നുണ്ട്. റിപ്പോർട്ടർമാർ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഊഹാപോഹങ്ങൾ കേട്ട് അറിഞ്ഞു വിളിച്ചതോ ഒക്കെ ആകാം. ഏതായാലും ആ ഫോൺ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പുറത്തുവിട്ടു. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു പരാതിയില്ല, ഞാൻ ആർക്കും ഒരു പരാതി കൊടുത്തിട്ടില്ല എന്ന് അവന്തിക കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്. News 18 റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞ, അപ്പൊ അത് സംസാരിക്കേ, നിങ്ങളിങ്ങനെ എല്ലാം മറന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ കാര്യം പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. ഇല്ല.
ഓക്കെ 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 ഓക്കെ. അപ്പൊ അവിടെ ക്ലിയർ ആയത്. ഇപ്പൊ അത് ആരാ ഈ പരാതി പറഞ്ഞത് ആരാണ്? ഞാൻ ഇപ്പൊ അത് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അത് വിട്ടേക്കുക, സംഭവം വിട്ടേക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞു നടക്കുമ്പോ അത് ആരാന്ന് അറിയാനുള്ള അവകാശമില്ല ചേട്ടാ, അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനല്ല, നിങ്ങളെ മോശമായിട്ടൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. മോശമല്ലെങ്കിൽ കേരളത്തിലൊരു MLA, പാലക്കാട് പോരാട്ടത്തിന് പാലക്കാട് MLA ആണ്. ആ MLA ആയിട്ട് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ? ഇല്ലേ? ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്കൊരു വാട്സാപ്പ് ചാറ്റിൽ മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ അതന്നെ അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ? മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അത് പറഞ്ഞു നടക്കുന്ന ആരാന്ന് അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ? ഞാൻ ആളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോ എങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ എങ്ങനെയാണ്? ഞാൻ അങ്ങനെയാന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ് ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റിനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്, അതിനുള്ള എല്ലാ വഴികളും ഉണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ട ഈ വോയിസിന് ശേഷം അവന്തികയുടേതായിട്ടുള്ള മറ്റു പല സന്ദേശങ്ങളും ന്യൂസ് 18 പുറത്തു വരുന്നതും കണ്ടു. അതെന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോ അവന്തിക എങ്ങനെ തന്നെ രാഹുൽ മാങ്കൂട്ടം റേപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ വിധത്തിൽ സെക്സ് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു അല്ലെങ്കിൽ ചാറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നെങ്കിലും, അല്ലെങ്കിൽ പെട്ടെന്ന് മറഞ്ഞു പോകുന്ന മെസ്സേജുകൾ ഇട്ടു എന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ തൽക്കാലം പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ഇത്തരത്തിൽ തന്നെ കൊടുക്കാൻ വേണ്ടി അവന്തികയെ ഒരാൾ ഫോൺ ചെയ്തിട്ടുണ്ടെന്നും അത് അവന്തിക ആ ടെലിഫോൺ കോൾ അതേപടി തന്നെ റെക്കോർഡ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും വസ്തുതയായിരിക്കെ പിന്നീട്, അതായത് അവന്തിക കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലായിട്ടുണ്ട്. ആ നിലയ്ക്ക് പിന്നെ അവന്തികയുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലൊരു ഇത് കൊടുക്കുകയോ ഒരു ചാറ്റ് കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. അതായത് മോശമായി പിന്നെ ഒരു ചാറ്റിലോ അല്ലാതെയോ ഒരു വോയിസ് കോളോ അല്ലാതെ ഒരു ടെലിഫോൺ കോളോ കൊടുക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ നാടകം ചീറ്റിപ്പോയി. ഇവിടെ ഒരാളെ രംഗത്ത് വന്നുള്ളൂ, പേര് വെളിപ്പെടുത്തിക്കൊണ്ട്, അത് അവന്തികയാണ്. അവന്തിക പറഞ്ഞിട്ടുള്ളത് പച്ച നുണയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ രാഹുലിന്റെ ആദ്യ വിജയമാണത്. ഇനി ഇങ്ങനെ ഓരോന്ന് വരും. ഇപ്പൊ സ്വാഭാവികമായി ഞാൻ സംശയിക്കുന്നു, മറുഭാഗത്ത് ഗർഭിണിയാണ് ഒരു പെണ്ണിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഗർഭം അലസിപ്പിക്കുന്നതിനെ കുറിച്ച് വളരെ രൂക്ഷമായി സംസാരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് എന്റെ ഭാവിയെ ബാധിക്കില്ലേ, നമ്മൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കൊള്ളാം, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നത്, ഞാൻ കുടുങ്ങിയല്ലോ, എന്റെ തല പൊട്ടിപ്പിളരുന്നല്ലോ എന്ന് പറയുമ്പോൾ അവിടെ വന്നിട്ടുള്ള ഭാഷ, ആ പെൺകുട്ടിയുടെ ഭാഷയിൽ നിന്ന് മനഃപൂർവ്വം ചതിക്കാനായി രാഹുലിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു നാടകമായിട്ട് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്നു, യഥാർത്ഥത്തിൽ ഒരു ഗർഭം ഇല്ല എന്നും ഇല്ലാത്ത ഗർഭത്തെ ഉണ്ടാക്കിക്കൊണ്ട് രാഹുലിനെ പേടിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഉണ്ടായിട്ടുണ്ടോ എന്നോ അത് പിന്നെ അബോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ആ വോയിസ് കേൾക്കുമ്പോൾ എന്നെ പോലെയുള്ള ഒരാൾക്ക് മനസ്സിലാകുന്നത്, ഇപ്പോൾ വീണ്ടും അത് വോയിസ് കേട്ട് നോക്കുമ്പോൾ ഒരു ഗർഭത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താ പറയാ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അയാൾക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്നതായിട്ട്, ഒരു ഗർഭം ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം അത്തരത്തിലൊരു ഗർഭം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു അവിഹിത ഗർഭം ആയിരിക്കെ ആ പെണ്ണിന്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ആണിനെ പോലെ അല്ല, ഒരല്പം അങ്കലാപ്പും ഇതൊക്കെ ഉണ്ടാവും. അല്ലാതെ ഒരു അന്യന്റെ ഗർഭം, ഒരു അവിഹിത ഗർഭവും പേറിക്കൊണ്ട് അവനോട് മല്ലടിക്കാൻ ഫോണിൽ ഇങ്ങനെ ചാലഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഒരു പെണ്ണിനും ഇവിടെ ഇല്ല. കാരണം അവളുടെ മനസ്സ് അത്രത്തോളം ദുർബലമാണ്, അത്രത്തോളം എന്താ പറയാ താഴെ നിൽക്കുന്ന ഒരാളുമാണ്. അതുകൊണ്ടാണ് അവളെ കീഴ്പ്പെടുത്താനും അവളെ പറ്റിക്കാനും വഞ്ചിക്കാനും കഴിയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇല്ലാത്ത ഗർഭത്തെ സൃഷ്ടിച്ചു വെച്ചുകൊണ്ട് രാഹുലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതായിട്ട് തന്നെ മനസ്സിലാക്കണം. അതിനൊരു കാരണം കൂടെ ഉണ്ട്, ഇവർ തമ്മിലുള്ള സംഭാഷണമാണ്, ടെലിഫോൺ സംഭാഷണമാണത്. ആ റെക്കോർഡ്സ് ഉള്ളത് ഒന്നുകിൽ ആ പെണ്ണിന്റെ കയ്യിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ. ഇവരുടെ രണ്ടുപേരുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഇത് പുറത്തു പോകാൻ ഒരു ചാൻസും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ഇത് പുറത്തുവിടില്ല എന്ന് ഉറപ്പാണ്. ആ നിലയ്ക്ക് മറുഭാഗത്തുള്ള ആ പെൺകുട്ടിയായിരിക്കും ഇത് പുറത്തുവിട്ടിട്ടുണ്ടാകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെ അവർ പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ രാഹുലിനോട് എന്തായിരുന്നു പറഞ്ഞിരുന്നത്, എല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, അതൊക്കെ വേണ്ടത് നോക്കിക്കോളാം, അതാണ് നമ്മളങ്ങൾ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞിരുന്നതെന്ന് രാഹുൽ പറയുന്നത് കൊണ്ടാണ്. ആ ഒരു ധാരണയുടെ പുറത്ത് അവർ തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങളും മറ്റിടപാടുകളും എല്ലാം അതിൽ തുടർന്ന് അവൾ ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ
ആ സമയത്ത് കൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിനായിട്ട് സംസാരിച്ചിട്ടുള്ള സംസാരം റെക്കോർഡ് ചെയ്ത് വെക്കുകയും അത് പിന്നീട് ഒരു അവസരം കിട്ടിയപ്പോൾ പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ രാഹുലിനെ കൊടുക്കാൻ വേണ്ടി കാലേ കൂട്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പ്ലാൻ, ആ പ്ലാനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്ന് തലവെച്ച് കൊടുത്തതാണ് അല്ലെങ്കിൽ കുടുക്കിയതാണ്. അതിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അതിനുള്ള ട്രയൽ തുടങ്ങിയിരുന്നു, അതിലാണ് ചെന്ന് തലവെച്ചത് എന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ. അതുകൊണ്ടാണല്ലോ അവൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ റെക്കോർഡ്, ആ ടെലിഫോൺ സന്ദേശം പുറത്തു വിടുന്നത്, ചാനലിലൂടെ പുറത്തു വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലെന്നേ. ആ കുട്ടിയെ വളർത്താനും അവർക്ക് ജീവിക്കാനും ആവശ്യമായ ഒരു ജീവനാംശം ഈ രാഹുലിൽ നിന്ന് ഈടാക്കാനേ ശ്രമിക്കുള്ളൂ, അല്ലെങ്കിൽ അവർ വിവാഹം കഴിക്കാനേ ശ്രമിക്കുള്ളൂ. അതുമല്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ബന്ധപ്പെടുത്തി ചില മധ്യസ്ഥ പ്രവൃത്തികളെ നടക്കുള്ളൂ. അങ്ങനെ എന്തെല്ലാം കേസിലൂടെ നടക്കുന്നു. പക്ഷെ അതൊന്നുമില്ലാതെ അവരുടെ ഫോൺ സന്ദേശം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം ചതിച്ചതാണ്. അത് മാത്രമല്ല, മറ്റാരൊക്കെയോ ചേർന്ന് അതിനെ കൂട്ടുനിന്നാണ്, അല്ലെങ്കിൽ അവളെ കൊണ്ട് ചെയ്യിച്ചതാണ് ഇത്തരത്തിലൊരു വോയിസ് റെക്കോർഡ് സ്വന്തമാക്കാൻ എന്നും കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് വി.ഡി. സതീശന്റെ കയ്യിലുണ്ടാകും, PV അൻവറിന്റെ കയ്യിലൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ ഇത് അറിയാമായിരിക്കും. ഞാൻ എൻ്റെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞതുപോലെ വി.ഡി. സതീശനെ തൂക്കി എറിയാൻ വേണ്ടി ഒരു പക്ഷേ ഇതെടുത്ത് പൊട്ടിച്ചാൽ, രാഹുൽ അന്ന് വി.ഡി. സതീശന്റെ പക്ഷത്താണല്ലോ, അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പണിയാവും എന്ന് കരുതിയിട്ട് നട്ടപ്പാതിരിക്ക് കാണാമെന്നത് അതുകൊണ്ടാണ്. അപ്പോ ഈ വോയിസ് നേരത്തെ തന്നെ രാഹുലിനെ ചതിച്ച് ആ പെണ്ണിൽ നിന്ന് കൈക്കലാക്കി ഈ പറഞ്ഞ നേതാക്കൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കയ്യിൽ വെച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും ഇനി ഈ നാടകം പൊളിയും. ഇപ്പോൾ രാഹുലിന് വന്നിട്ടുള്ള ഈ വിഷയം സ്വാഭാവികമായിട്ടും ഇത് കെട്ടണഞ്ഞ് നിൽക്കുമ്പോൾ നാളെ ഓരോന്നോരോന്ന് പുറത്തു വരും. ഇതിനേക്കാളും അപ്പുറത്തത് പുറത്തു വന്നു. നമുക്കറിയാലോ, നമ്പീനാരായണന്റെയും മറിയം റഷീദയുടെ ഒക്കെ കേസൊക്കെ മാറിയില്ലേ. രാഹുൽ തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ ആ അടി കേൾക്കാൻ വി.ഡി. സതീശനും കൂട്ടർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതങ്ങനെയാ. പ്രകൃതി തിരിച്ചടി കൊടുക്കുമ്പോൾ ആ അടി കൊടുത്തതിനേക്കാൾ ഡബിൾ സ്ട്രോങ്ങിലായിരിക്കും കിട്ടുന്നത്. അത് മിക്കവാറും വി.ഡി. സതീശനും കൂട്ടരും അധികം വൈകാതെ തന്നെ വാങ്ങിക്കെട്ടും. രാഹുൽ കുറ്റം ചെയ്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ തെറ്റുകാരനല്ല എന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ ഓരോ കുറ്റത്തിനും ഓരോ ശിക്ഷയ്ക്ക് ഒരു പരിധിയുണ്ട്. അത് മതി. പെറ്റി കേസിന് തൂക്കിക്കൊല്ലുന്ന പരിപാടി ഇന്ത്യയിൽ ഇപ്പൊ ഇല്ല. ഇപ്പൊ തൂക്കിക്കൊലയും കഴിഞ്ഞിട്ട് അതിന്റെ മേലെയുള്ള കൊലയിലേക്കാണ് ഇപ്പോൾ എല്ലാം കൂടെ ചുറ്റിപ്പിടിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.